നമസ്കാരം, എൻ്റെ പേര് ശ്യാംകുമാർ. കൊന്നിച്ചിവ. ഞാൻ ചെറുപ്പം മുതലേ ഒരു വളരെ ഡ്രീം കൺട്രി ആയിരുന്നു ജപ്പാൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തപ്പി, പക്ഷേ കേരളത്തിൽ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനില്ല. കാരണം നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും റിവ്യൂസൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിലും പല ആളുകളും നമ്മളെ ഫേക്ക് പ്രോമിസസ് തന്ന് നമ്മളെ പറ്റിച്ചതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ JLAയുടെ റിവ്യൂ മാത്രം നോക്കിയപ്പം എല്ലാം 4.9 റേറ്റിംഗ് ഉണ്ടായിരുന്നു ഞാൻ അന്ന് നോക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ എല്ലാവരുടെ കമൻസൊക്കെ വായിച്ചു, വളരെ ഓരോ എക്സ്പീരിയൻസും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ജപ്പാനിലാണ് ഇങ്ങനെ സുബിൻ സെൻസെയുടെ JLA അക്കാഡമി വഴി വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ജാപ്പനീസ് ലാംഗ്വേജ് അക്കാഡമിയിൽ പോകുന്നത്. ആ പോകുന്ന സമയത്ത് ഞാനും ആദ്യം സെൻസെനോട് പറഞ്ഞു 3 മാസം ഒക്കെ ആകുമ്പോഴേക്കും സംസാരിക്കാനുള്ള ലെവലിൽ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഞാനും പെട്ടെന്ന് ഞെട്ടി. അതായത് നമ്മളറിയാത്തൊരു ലാംഗ്വേജ് 3 മാസം കൊണ്ട് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ JLA എക്സ്പീരിയൻസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് 1 വീക്ക് ആകുമ്പോൾ തന്നെ ചെറിയ ചെറിയ വേർഡുകൾ സംസാരിക്കാൻ തുടങ്ങി. ഒരു 1 മന്ത് ഒക്കെ ആവുന്ന സമയത്ത് നമ്മളെ ഓൾമോസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് റിപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പം JLA പഠിപ്പിക്കുന്ന, അതായത് സെൻസൈ എന്നെ പ്രിപ്പയർ ചെയ്ത സ്പെഷ്യൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിൽ നമ്മളെ മലയാളികൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ ഘട്ടം കഴിയുന്നതനുസരിച്ച് പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ സെൻസൈ പറഞ്ഞ കാര്യം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി, കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാവാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും വേഗത്തിൽ നമുക്ക് ജാപ്പനീസ് പഠിക്കാൻ പറ്റുന്ന ഒരു അക്കാഡമി എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പല ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ നമ്മൾ പല കുട്ടികളൊക്കെ ആയിട്ട് സംസാരിക്കുന്നത്. അവിടെ ചെന്നൈയിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളത്രയും ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല, അപ്പോൾ നിങ്ങൾ 1 വർഷമായോ 1.5 വർഷമായോ പഠിക്കാൻ തുടങ്ങിയിട്ടാണ്. വേറൊന്നുമില്ല, ഞങ്ങൾ 3 മാസമായിട്ടുള്ളൂ. അപ്പോൾ അവർ വരെ ഷോക്ക്ഡായി, ഇതെങ്ങനെയാണ് പറ്റുന്ന, ഏതാ ഇൻസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിങ്ങനെ ഞങ്ങളെ കോഴിക്കോടുള്ള സിവിൽ സ്റ്റേഷനിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ആ സമയത്ത് അവരും ഒന്ന് ഞെട്ടി, അല്ല അവിടെ പഠിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ എല്ലാവർക്കും കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. പിന്നെ JLAയുടെ കാര്യത്തിൽ നമ്മൾ അവരെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എത്ര പേര്, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായാലും എത്ര പേര് ഇവിടുന്ന് പോകാൻ പറ്റിയിട്ടുണ്ട് ജപ്പാനിലേക്ക്, ആ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. JLAൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ 100% വിസ സക്സസ്. JLAയിൽ പഠിപ്പിച്ച പല കാര്യങ്ങളാണ് നമ്മൾ ജപ്പാനിൽ പോയിട്ട് നമ്മൾ ഇനീഷ്യലി പഠിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ എളുപ്പമായിരുന്നു. കാരണം വേറെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സ്പീഡിൽ സെൻസൈമാരൊക്കെ ആയിട്ട് സംസാരിക്കാനും വേർഡ്സ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിച്ച്. അതുകൊണ്ട് വളരെ നല്ലൊരു ഡിസിഷനാണ് അന്ന് എടുത്തതെന്ന് എനിക്ക് തോന്നി. നമ്മളെ സിലബസ് പ്ലസ് അവരുടെ കൾച്ചറാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു, നിങ്ങൾ ജപ്പാൻകാരെ പോലെ തന്നെയാണ്, അതേ കൾച്ചർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങളും വളരെ സന്തോഷമായി. കാരണം നമ്മൾ ഈ JLAന്ന് പഠിച്ച കാര്യങ്ങളാണ് നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് വളരെ ഇഷ്ടമായി. അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരെ, നമ്മളിവിടെ JLAന്ന് പോയ കുട്ടികളെല്ലാവർക്കും അവർക്ക് ഭയങ്കര കാര്യമാണ് നമ്മളെ സ്കൂളിലെ. എപ്പോഴും ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയറിലും അതിൻ്റെ മുന്നത്തെ ഇയറിലൊക്കെ നല്ല പേര് നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വിസയുടെ ഒരു സ്കോളർഷിപ്പ് വിസ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്കോളർഷിപ്പ് വിസയിൽ എനിക്ക് സെൻസെന്നെ വിളിച്ച് പറഞ്ഞു, പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ജപ്പാനിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ 1 വർഷം മുന്നേ ജപ്പാനിലേക്ക് പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി.